എന്താ വിശ്വംബര, ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ? തിരക്കായി പോയല്ലേ? നമ്മക്കൊക്കെ എന്ത് തിരക്കാരാമ. അല്ല, ഹരി എവിടെ? അവൻ ഈ നേരത്ത് പാടത്തായിരിക്കില്ലേ? ഹരിയുടെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്. നല്ലൊരു ആലോചന ഒത്തു വന്നിട്ടുണ്ട്. ഓ, എവിടെ നാടോ? ഇവിടെ അടുത്തുനിന്ന് തന്നെ. ഒറ്റ മോളാ. ഓ, പെൺകുട്ടി ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുക. ആഹാ. ഡിഗ്രി കഴിഞ്ഞു എന്ന് പറഞ്ഞാലേ റാങ്കോടെ പാസ്സായതാ. ആഹാ. പണവും പ്രതാപവും ഒന്നുമല്ല, അവർക്കൊരു നല്ല ചെറുക്കം വേണമെന്നേ ഉള്ളൂ. ഹരിയാവുമ്പോ അക്കാര്യത്തെ കുറിച്ച് സംശയമില്ലല്ലോ. അത് ശരി. പെൺകുട്ടിയുടെ ഫോട്ടോ ചേട്ടനൊന്ന് നോക്കിയേ. എങ്ങനെയുണ്ട്? നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. ഗ്രഹനില. ഓ, എന്നാ പിന്നെ നാളെ തന്നെ പെണ്ണുകാണാൻ ചെല്ലാന്ന് പറഞ്ഞാലോ? അല്ല, ഹരി ഒന്ന് വന്നോട്ടെ. രാമേഷേട്ടൻ പറഞ്ഞാ പിന്നെ ഹരിക്ക് മറുവാക്കോലുണ്ടോ? അതില്ല, എന്നാലും. എന്നാ ഉറപ്പിച്ചോ, നാളെ നമ്മൾ പെണ്ണ് കാണാൻ പോകും. കൂട്ടത്തിലെ വീണ മുഖം കൂടെ ഒരാളെ നോക്കണം. അതും ഇനി വൈകിക്കണ്ട. ആയിക്കോട്ടെ. ഞാന് ജാതവും ഗ്രഹത്തിലും എടുത്തരം. പക്ഷേ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നത് മതി കേട്ടോ. ഓ, അത്രേ ഉള്ളൂ. കുഞ്ഞിരാമേട്ട, ആ തെങ്ങിന്റെ ചൂടും കൂടെ നനച്ചേക്കണേ. മോനെ, നമ്മുടെ വിശ്വംബരം വന്നിരുന്നു, ബ്രോക്കറെ. ആലോചന വല്ലതും കൊണ്ടുവന്നു? പയ്യന്റെ ഫോട്ടോ ആണോ? പയ്യന്റെയോ? പയ്യന്റെ അല്ല, പെൺകുട്ടിയുടെ. മോനെ, ആലോചന നിനക്കാ. എനിക്കോ? അമ്മാവ, എനിക്ക് പെണ്ണ് നോക്കാൻ അയാളോട് ആരാ പറഞ്ഞത്? എടാ, നീ എന്നെ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട. ഞാൻ അവനോട് പറഞ്ഞിട്ടൊന്നുമില്ല. എടാ, നല്ല കുട്ടിയാ, നീ ഒന്ന് നോക്ക്. എടാ മോനെ, എടാ നല്ല പഠിപ്പുണ്ട്, റാങ്ക് മേടിച്ച കുട്ടിയാണത്. അമ്മാവ, വീണയുടെ കല്യാണം കഴിയാതെ എന്റെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കണ്ട. അത് മതി, നിനക്കിഷ്ടപ്പെട്ട പറഞ്ഞുറപ്പിച്ചു വെക്കാലോ. എന്നോ മഴ പെയ്യുന്നതിന് ഇന്ന് കൂടെ പിടിക്കേണ്ട കാര്യമുണ്ടോ അമ്മാവ? എടാ, നീ ഒന്ന് നോക്ക്. വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. വീണയുടെ കല്യാണം ആദ്യം കഴിയട്ടെ. ആൺകുട്ടികൾ ഉത്തരവാദിത്തം കഴിഞ്ഞിട്ട് കെട്ടിയാ മതിയെന്നാണല്ലോ. അല്ല, അങ്ങനെയല്ലേ പണ്ടത്തെ ആചാരം? എന്നാ അങ്ങനെ തന്നെ ആവട്ടെ. ഇത് ഇവനാണോ അമ്മാവൻ, അതോ ഞാനാണോ അമ്മാവൻ? നാളെ പെണ്ണ് കാണാൻ പറ്റുമെന്ന് വിശ്വപരം ചോദിച്ചായിരുന്നു. ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അത് അയാളെ വിളിച്ചങ്ങ് പറഞ്ഞാ മതി. എന്താ ഇത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടി ഇതുപോലത്തെ ഡ്രസ് ഇട്ടോണ്ട് എന്റെ വീട്ടിലേക്ക് വരരുതെന്ന്. ഞാൻ തന്നെ കാണാൻ വന്നതല്ല, ആന്റിയും ജ്യോതിയും കാണാൻ വന്നതാ. ആരെ കാണാനായാലും ഈ വേഷം കെട്ടൊന്നും ഇവിടെ നടക്കില്ല. പോ നോക്ക്, പോ 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 പോ. അല്ല, താനെന്താ വല്ല കാട്ടുജാതിയാണോ? ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ താൻ? പെണ്ണുങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ ഞാൻ ആ കൂട്ടത്തിൽ പെടുത്തിട്ടില്ല. ഓ, നിന്നെ പോലെ ഒരു അയൽക്കാരി ഉണ്ടാവുന്ന തന്നെ മാന്യതയുള്ളൊരു കുടുംബത്തിന് നാണക്കേടാടി. മോഡലിംഗിന്റെ പേരും പറഞ്ഞ് നിന്റെ താവളത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്നേ എനിക്കറിയാം. ലുക്ക്, എന്റെ പ്രൊഫഷൻ എന്തെങ്കിലും പറഞ്ഞ എന്റെ സ്വഭാവം മാറും കേട്ടോ. ഓഹോ, താൻ എന്താ കരുതിയിരിക്കുന്നത്? വേൾഡ് ഫേമസ് സെലിബ്രിറ്റീസ് എത്ര പേരുണ്ടെന്ന് അറിയോ? മോഡൽസ്. അവരുടെ മുമ്പിൽ ഒന്ന് ചെന്ന് നിൽക്കാൻ പറ്റുമോ തനിക്ക്? അറ്റ്ലീസ്റ്റ് അവരെ ഒന്ന് കാണാൻ പറ്റുമോ? ഒരുത്തിയെ കാണാൻ എനിക്ക് താല്പര്യമില്ലടേ. ലോക്കൽ ആയാലും സെലിബ്രിറ്റി ആയാലും പെണ്ണുങ്ങൾക്ക് ഞാൻ വരച്ചിരിക്കുന്ന ഒരു ലക്ഷ്മണരേഖയുണ്ട്. അതിന് പുറത്തു പോകുന്നവരെയൊന്നും എനിക്ക് ബഹുമാനിക്കേണ്ട ഒരു കാര്യമില്ല. അത് ഏത് കൊടി കുത്തിയ മേനകയായാലും സാറയാണേലും. എന്താ രണ്ടാളും കൂടി ഒരു പ്രശ്നം?
എന്താ മോനെ? ഏയ് ഒരു പ്രശ്നമില്ല അമ്മേ. ഇന്നമ്മയ്ക്ക് നാരായണ പൂജയല്ലേ? അതെ. അപ്പോ ഒരു സാരിയോ സെറ്റുമുണ്ടോ എടുത്ത് വന്നാ പോരായിരുന്നോ എന്ന് ഞാൻ അവളോട് ചോദിക്കായിരുന്നു. അങ്ങനെയൊന്നും അല്ല ആന്റി. മോനെ, ഈ വേഷത്തിന് ഒരു കുഴപ്പമില്ല. എന്നാലും അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്റെ പൂജാകാര്യങ്ങളിലൊക്കെ ഇവന് വല്ലാത്ത ശ്രദ്ധയാ. വാ മോളെ. പോടാ. ആ വിശ്വംഭര, താനെന്താ എന്റെ ബൗണ്ടറിയില്? എന്ത് ബൗണ്ടറിയാടോ ഈ മാട്രിമോണി സൈറ്റുകാർ കാരണം കഞ്ഞികുടി മുട്ടണ മട്ട. ഒരു ചായ. പുതിയ പിള്ളേർക്കാണെങ്കിൽ കല്യാണത്തിലേ വിശ്വാസമില്ല. ഇനി ഈ പ്രായത്തില് വേറെ എന്ത് പണി കണ്ടുപിടിക്കാനാ? അത് ശരിയാ. ആ കൊള്ളാവുന്ന വീട്ടിലൊരു ചെറുക്കനുണ്ട്. ആ അച്ഛൻ മിലിറ്ററിയിലാ, പയ്യന് ബിസിനസ്സാ. ഒരു പെങ്ങള് മാത്രമേ ഉള്ളൂ. പറ്റിയ പെമ്പിള്ളേരെ ആരേലും ഉണ്ടോ? നമ്മൾ കണ്ട സമയം കൊള്ളാലോ വരതാ. പറ്റുമോ നോക്ക്. ഇപ്പൊ കയ്യിൽ വന്നതേ ഉള്ളൂ. ഇതെപ്പോ നടന്നു ചോദിച്ചാ പോരെ? വിശ്വംഭരൻ ഒരു കാര്യം ഒപ്പിച്ച ദേന്നല്ല ചേട്ടാ. എനിക്ക് ആ വിശ്വാസം ഉണ്ടല്ലോ വിശ്വംഭര. നാളെ 11 മണിക്ക് ചെറുക്കൻ പെണ്ണ് കാണാൻ വരും. ആണോ? അല്ല വിശ്വംഭര, നല്ല കൂട്ടരാണോ? നല്ലതല്ലാത്തൊരു കാര്യം പറഞ്ഞ് സുജാത മേഡത്തിനെ ഞാൻ വിളിക്കുവോ? നാളെ 11 മണിക്ക് നിങ്ങൾ എത്തിക്കോ. ഈ കുട്ടിയെ മേഡത്തിന് ഇഷ്ടപ്പെടും, ഉറപ്പാ. എന്നാ ശരി. അപ്പോ എന്റെ സൈഡ് ഓക്കെ. എന്റെ സൈഡും ഡബിൾ ഓക്കെയാ. നിന്നോട് ഇതാരാ പറഞ്ഞേ? ആ ബ്രോക്കർ തന്നെ. രാവിലെ അയാളെ വിളിപ്പിച്ച് നിത്യയുടെ ജാതകവും കൊടുപ്പിച്ചു. ഓഹോ, അപ്പൊ ഏട്ടൻ കരുതി കൂട്ടി തന്നെ ഇറങ്ങിയിരിക്കുക. നിത്യ എനിക്ക് കിട്ടില്ലേ അമ്മേ? നിത്യ ഞാനിവിടെ വെട്ടി പുഴുങ്ങി അടുപ്പത്ത് വെച്ചിരിക്കുവല്ലേ. നീ ചോദിക്കുമ്പോ വിളമ്പി തരാൻ. ബ്രോക്കർ കല്യാണാലോചനയൊക്കെ കൊണ്ടുവന്നോട്ടെ. അതെങ്ങനെയാ മുടക്കണ്ടേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവളെ നിനക്കുള്ളതാ. എത്ര നാള് കാത്തിരിക്കേണ്ടി വന്നാലും അതങ്ങനെ സംഭവിക്കും. അമ്മ എനിക്ക് വിശ്വാസ. അമ്മ പറഞ്ഞ എന്ത് കാര്യ സാധിക്കാത്ത? അച്ഛനും മോളും കൂടി ഊഞ്ഞാല് കെട്ടി ഒരുപാട് ഉയരത്തിൽ ആടിക്കോട്ടെ. സമ്മാനം വാങ്ങിക്കാൻ മണ്ണിലിറങ്ങണമല്ലോ. സമ്മാനം കൊടുക്കുന്നത് ഞാനാ. രണ്ടിനെയും കഴുത്തിൽ കുരുക്കിട്ട് വലിക്കാനുള്ള മാർഗം എനിക്കറിയാം. മതിയമ്മേ. ദൈവങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു അതിരില്ലേ? കളി കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. ഏട്ടൻ ഇറങ്ങിയോ? ഏട്ടാ, எப்படி இருக்கம்மா? நல்லா இருக்கா? ആഹാ, ശരവണൻ കലക്കിയിട്ടുണ്ടല്ലോ. என்னம்மா ശരവണനാണോ അമ്മ പെണ്ണ് കാണാൻ പോകുന്നേ? எனக்கு இப்பதாண்டே குறை கழிஞ்சு போதும். என்னம்மா வெக்கமா வருது? கடவுளே, இன்னைக்கு என்ன நடக்க போகிறோம்?
മോനെ മുടി ചെയ്യുകയില്ലേ? പിന്നെ എന്റെ മോനെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും അല്ലേ? അവരുടെ സ്വഭാവം தெரியாதிருந்தா கடவுளே, இனி அங்க என்ன நடக்க போகுதோ? ஐயா நான் யார்ட்டும் என்ன ஐயா விளையாட்டு பிள்ளை மாதிரி? ഈ നാശത്തിനാണല്ലോ കണി കണ്ടത്. ഹായ് മോനെ സാറ്. ആന്റി, എന്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി. എന്നെ ഒന്ന് ജംഗ്ഷൻ വരെ ആക്കാവോ? ഓ അതിനെന്താ മോളെ, വാ കേറിക്കോ. ആ, നീ വണ്ടി ശരിയാക്കിട്ട് വന്നേക്ക്. എന്നാ അമ്മ ഇങ്ങോട്ടിരിക്കേ. ആ, ആന്റി അവിടെ ഇരുന്നോ. തുറന്നു കൊടുക്കടാ. നീ ഇവിടെ ഇരിക്കും. പോ ആന്റി. ഓക്കെ മോളെ. സാറയ്ക്ക് ഇന്ന് ഷൂട്ടിംഗ് ഉണ്ടോ? ആ ഉണ്ട്, ഒരു ആഡ് ഷൂട്ടാ. ഓ അല്ല, എവിടേക്കാ നിങ്ങളെല്ലാരും കൂടി? ഞങ്ങള് ജീവനൊരു പെണ്ണ് കാണാൻ പോവാ. ജീവന് പെണ്ണ് കാണാനോ? ജീവൻ സാർക്ക് ആണ് കാണാൻ പറ്റില്ലല്ലോ. നിനക്ക് എവിടുന്ന് പെണ്ണ് കിട്ടാനാ? ഏതെങ്കിലും ഓണം കേറാൻ മൂലെന്നായിരിക്കും. അത്തരക്കാരല്ലേ നിനക്ക് പിടിക്കൂ? എനിക്ക് മനുഷ്യരെ നന്നായി പിടിക്കും, നിന്നെ പിടിക്കില്ലെന്നേ ഉള്ളൂ. എന്താ രണ്ടാളും കൂടി ഒരു സ്വകാര്യം? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആന്റി, ഫേമസ് മോഡലാ. ഒരാഡിന് അവള് വാങ്ങുന്നത് ലക്ഷങ്ങളാ. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. താല്പര്യമുണ്ട്, നിന്നെ കുഴിച്ചിടുന്ന കുഴിയില് അവളെയും കൂടി അടക്കാൻ. എന്താ ഏട്ടാ? ഏയ്, തിരക്ക് പിടിച്ച ആൾക്കാരൊന്നും വേണ്ടാന്ന് പറഞ്ഞാടി. അവരെയൊന്നും വീട്ടിൽ കിട്ടില്ല. അത് ശരിയാണ് സാറാ. എന്റെ മരുമോളായിട്ട് വരുന്ന കുട്ടി എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. ഏത് നിമിഷവും എനിക്ക് കണ്ടുകൊണ്ടിരിക്കുകയും വേണം. പാവ ആന്റി, ഇത്ര നല്ലൊരു അമ്മയ്ക്ക് നീ എങ്ങനെയാ പിറന്നത്? ഞാൻ നിന്റെ അമ്മയുടെ കാര്യം ആലോചിക്കുന്നത്. നിന്നെ പോലൊരു കുതിരയല്ലേ പ്രസവിച്ചത്. ആന്റിയുടെ ആഗ്രഹം പോലെ ഒരു കുട്ടിയെ കിട്ടട്ടെ. ആ ജംഗ്ഷനിൽ ഒന്ന് നിർത്തണേ, ഞാൻ അവിടെ ഇറങ്ങിക്കോളാം. ശരി. അവസരം വരട്ടെ. നിന്റെ തനി സ്വഭാവം എന്താണെന്ന് ആന്റിക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നീ ഒന്ന് പോടി. അവിടെ ഒന്ന് നിർത്തിക്കോളൂ. താങ്ക്സ് ആന്റി. പെണ്ണ് കണ്ട് വന്നിട്ട് വിവരം പറയണേ. ശരി. ശരി ആന്റി. ഹോ, ഇപ്പോഴാ ഒരു സമാധാനമായത്. അതിന് ആ കുട്ടി നിന്നെ എന്ത് ചെയ്തു? ഒന്നുമില്ല അമ്മേ, നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളൊന്നും അവളോട് വിശദീകരിക്കാൻ നിൽക്കണ്ട. കാണുന്നവരോടൊക്കെ പറഞ്ഞു നടക്കും. ഏയ്, സാറ നല്ല പാവോ. ആടാ മോനെ, ഈ വരുന്നവര് ഡിമാൻഡ് ഒന്നും ചോദിച്ചിട്ടില്ല. താങ്ങാൻ പറ്റാത്തതൊക്കെ ചോദിക്കുവോന്നാ. അവൾക്ക് വേണ്ടി ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്യില്ല അമ്മാവ. വീണേ, അവര് നമ്മുടെ വീട്ടിലേക്കല്ലേ വരുന്നത്. നീ ഇവിടെ നിൽക്കുന്ന പോലെ നിന്നാ പോരെ? അല്ല,
ഇത്രയും മേക്കപ്പിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ജീവിതകാലം മുഴുവൻ അവൻ നിന്നെ കാണാൻ പോകുന്നത് മേക്കപ്പ് ഇല്ലാതെ തന്നെയല്ലേ? അപ്പൊ പിന്നെ എന്തിന്? അത് പിന്നെ ഹരി പറഞ്ഞത് ആ കാര്യം. ഈ കോലമൊന്നും വേണ്ട മോളെ. എന്നാ ഞാൻ പാടത്തെ പണിക്കാരുടെ കോലത്തിൽ നിൽക്കട്ടെ. ഞാൻ ഒരുങ്ങുന്നതേ ഈ പട്ടിക്കാട്ടിലുള്ളവർക്ക് കാണാനല്ല. പെണ്ണ് കാണാൻ വരുന്നവരല്പം സ്റ്റാൻഡേർഡാ. അവരോട് പാടത്തെ ചെളിയുടെയും ചേറിന്റെ കഥ വിളമ്പാതിരുന്നാ മാത്രം മതി. വീണേ, അമ്മാവ വേണ്ട. എന്നെ കാണാൻ വരുന്നവരുടെ മുമ്പിൽ എങ്ങനെ നിൽക്കണമെന്ന് എനിക്കറിയാം. എങ്ങനെ പെരുമാറണമെന്നും അറിയാം. എന്നെ ആരും പഠിപ്പിക്കണ്ട. വേണ്ട അമ്മാവ, നല്ലൊരു ദിവസമല്ലേ, വഴക്കൊന്നും പറയണ്ട. എനിക്കൊന്ന് പാടത്തെ പോണം. അല്ല, അപ്പം അവര് വരുമ്പോ നീ ഉണ്ടാവില്ലേ? അവര് ഒന്ന് കാണട്ടെ, കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പിന്നെയല്ലേ. എടാ, അവള് പറഞ്ഞത്. അമ്മാവനത് വിട്. വരുന്നവരോട് അവള് സംസാരിച്ചോളും, അത് മതി. മൂശേട്ട, അവക്ക് പൊന്നും കരിക്കട്ടയും കണ്ടാ തിരിച്ചറിയില്ല. അതിനുള്ള വിവരവും ഇല്ല. അവള് കേക്കണ്ട. കേക്കട്ടടാ. ഒരുക്കമൊന്നുമല്ല, അടക്കമാണ് പെണ്ണിന്റെ അഴക്. അത് ഇവളുമാർക്കും മനസ്സിലാകണ്ടേ? ശരി ശരി. കല്യാണമൊക്കെ അല്ലേ, അത് നിന്ന് നടത്തേണ്ടത് അവനാ. അച്ഛനൊരു കാര്യം ചെയ്, അവരോട് വരണ്ടാന്ന് വിളിച്ചു പറ. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയി കിട്ടിയാ മതി. അല്ല, ഇവിടെ ഒന്ന് നിർത്തൂ മോനെ. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് പോവാം. ഇതവര് തന്നെ. നിങ്ങൾ പെണ്ണ് കാണാൻ വന്നവരാണോ? മാഡം, എന്താ അവരുടെ ആളെല്ലാം നിർത്തിയിருக்கு. ഏതാ പയ്യെ? ആ, നിങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിക്ക്. എല്ലാരും ഇറങ്ങും. ഇറങ്ങ. നിങ്ങളിപ്പോ പെണ്ണ് കാണാൻ അങ്ങോട്ട് പോകരുത്. അതെന്താ? അവളെന്റെ അമ്മാവന്റെ മോളാ. ഞങ്ങൾ തമ്മിൽ കുഞ്ഞുനാൾ തൊട്ട് ഇഷ്ടത്തിലായിരുന്നു. രണ്ടു വീട്ടുകാരും കല്യാണം തീരുമാനിച്ചു വെച്ചിരുന്നതാ. ഇപ്പൊ അമ്മാവൻ വാക്ക് മാറി. നിങ്ങൾ പെണ്ണ് കണ്ട് കല്യാണം ഉറപ്പിച്ച ഞാനും അവളും ചത്ത് കളയും. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടത്തില്ല. ഇക്കാര്യമൊന്നും ബ്രോക്കർ ഞങ്ങളോട് പറഞ്ഞില്ല. അത് അമ്മാവൻ പറയിക്കാഞ്ഞിട്ടാ. നിങ്ങൾ നല്ല പണക്കാരാണെന്ന് അറിഞ്ഞപ്പോ അമ്മാവൻ ചെയ്തതാ. ദയവ് ചെയ്ത് ഞങ്ങളെ തമ്മിൽ പിരിക്കരുത്. നിങ്ങൾ അങ്ങോട്ട് പോവരുത്. എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഇത്രയും ദൂരം നമ്മൾ വന്നതല്ലേ, വീട്ടിലേക്ക് പോയി അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചിട്ട് മടങ്ങാം. ഇനി അതൊക്കെ എന്തിനാമേ? ഇയാള് വെറുതെ നമ്മളെ കാത്തു നിൽക്കില്ലല്ലോ. നമുക്ക് തിരിച്ചു പോവാം. അമ്മ, ആ ബ്രോക്കറെ ഒന്ന് വിളിച്ചേ. അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. അയ്യോ, അയാളെ ഒന്ന് വിളിക്കണ്ട. അയാൾ വന്നാലും നുണയേ പറയും. നിങ്ങൾ തിരിച്ചു പോയാ മതി. നിങ്ങള് അമ്പലത്തിൽ വിളക്കെടുത്ത സ്ത്രീയല്ലേ? അതെ. എന്താ വിഷയം? ഞങ്ങൾ ഇവിടെ ഒരു വീട്ടിൽ മോന് പെണ്ണ് കാണാനായിട്ട് വന്നതാ. അപ്പോ ഇയാള് പറയുന്നു ആ കുട്ടി ഇയാളുടെ അമ്മാവന്റെ മകളാണ്, ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്നൊക്കെ. ആണോടാ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ? അല്ല, പിന്നെ ഇവരെ വഴിന്ന് തിരിച്ചുവിടാൻ നിന്റെ അമ്മ പറഞ്ഞയച്ചല്ലേ? അതെ. ഇനി കൺവെട്ടത്ത് കണ്ടുപോകരുത്. ക്ഷമിക്കണം കേട്ടോ, അവനൊരു പൊട്ടനാ. നിങ്ങൾ എവിടേക്കാ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാ. ആ കുടുംബത്തിന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ നാട്ടിൽ അത്ര നല്ല സ്വഭാവമുള്ള കുട്ടി വേറെയില്ല. അല്ല, അവര് തമ്മിൽ ചെറുപ്പത്തിൽ ഇഷ്ടമായിരുന്നൊക്കെ. കള്ളം പറയാൻ വന്ന ഒരാള് അത് ഭംഗിയായിട്ട് പറയാൻ നോക്കില്ല മോനെ. അത്രേ ഉള്ളൂ.
ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് മരുമകളായി കിട്ടുക എന്ന് പറഞ്ഞാ നിങ്ങൾ എന്തോ ഭാഗ്യം ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. ഇനി നിങ്ങളുടെ ഇഷ്ടം. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം മോനെ. അല്ലമ്മേ, ഇനിയെല്ലാം അവിടെ ചെന്നിട്ട്. എന്നാ പിന്നെ ഞാനും കൂടെ നിങ്ങളുടെ ഒപ്പം വരാം. പെൺകുട്ടിയുടെ അച്ഛനെ ഞാനൊന്ന് വിളിച്ചു പറഞ്ഞേക്കാം. എന്താ? ശരി. എണീച്ചേ എണീച്ചേ. അവരിപ്പ എങ്ങ എത്തും? നീ ഇതുവരെയ്ക്കും ഒരുങ്ങിയില്ലേ? ഞാൻ ഇത്രേ ഒരുങ്ങാറുള്ളൂ. ബെസ്റ്റ്. കുറച്ച് ആളുകൾ വരുമ്പോഴേ അവരുടെ മുന്നിൽ ഇങ്ങനെയാണോ ഒരുങ്ങാൻ പോകുന്നത്? നിന്നെ മരുമോളായിട്ട് കിട്ടാൻ എനിക്കോ ഭാഗ്യമില്ല. പക്ഷെ ബന്ധം ബന്ധം തന്നെയല്ലേ. അമ്മയില്ലാത്ത നിന്റെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആരാ ഉള്ളത്? ദേ ഇത് നോക്ക്. എന്റെ വീടിനടുത്ത് ബ്യൂട്ടി പാർലറിൽ പോകുന്ന ഒരു പെണ്ണുണ്ട്. ഞാൻ അവളോട് സ്പെഷ്യലി ചോദിച്ചു വാങ്ങിച്ചതാ നിനക്ക് വേണ്ടി. ഇതൊക്കെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് ഒരുങ്ങാൻ നോക്ക്. വേണ്ട അമ്മായി, വരുന്നവരൊക്കെ ഇങ്ങനെ കണ്ടാ മതി. ദേ ഇങ്ങനെയൊക്കെ പറഞ്ഞ അമ്മായിക്ക് ദേഷ്യം വരുവേ. അമ്മായി നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ പറഞ്ഞേ. ഇപ്പോഴത്തെ കാലത്ത് ആരാ ഇതൊക്കെ ചെയ്യാത്തത്? പിടിക്കങ്ങോട്ട്. വരുന്നവരുടെ മുന്നില് നിന്നെ ഏതു കോലത്തിലാ നിർത്തേണ്ടതെന്ന് എനിക്കറിയാം. വേഗം ആവട്ടെ മോളെ. അമ്മായി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. നല്ല കുട്ടിയായിട്ട് ഒരുങ്ങിയിരിക്കട്ടോ. ഇരിക്കേ. ഞാൻ പറഞ്ഞൊക്കെ കേട്ട് അവർ തിരിച്ചു പോകാൻ ഒരുങ്ങിയതാ അമ്മേ. ഓ അപ്പോഴാ നാശം പിടിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്ന് ചാടിയത്. നല്ല ചെറുക്കനാ അമ്മേ. നിത്യക്ക് കണ്ട ഇഷ്ടാവും. നിത്യക്ക് കണ്ട ഇഷ്ടാവും. പക്ഷേ നിത്യയെ കണ്ട അവർക്ക് ഇഷ്ടാവണ്ടേ? നീ എന്താടാ നിന്റെ അമ്മയെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അവളെ നിനക്ക് തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറാരും അവളെ കൊണ്ടുപോവില്ല. എന്റെ അമ്മേ, അതിനുള്ള മാർഗം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ കൊടുത്ത മേക്കപ്പ് കൊണ്ട് പൊള്ളി വീർത്ത മുഖത്തോടെയായിരിക്കും അവൾ അവരുടെ മുന്നിൽ ഇറങ്ങി വരുന്നത്. ആണോ അമ്മേ? നളിനി ഒരു കാര്യം തീരുമാനിച്ച അതിനൊന്നല്ല 9 വഴികൾ. നീ കണ്ടോ? സദാനന്ദേട്ടോ, എന്നാ ചെയ്യാ? ഒന്നുമില്ല. വരൂ വരൂ വരൂ, വാ. ദേ ഇവര് വരുന്ന വഴിക്ക് നമ്മുടെ നളിനിയുടെ മോനൊരു വേണ്ടാതിനം കാട്ടി. അതെന്താ? അത് ഇവര് പോയി കഴിഞ്ഞതിന് ശേഷം പറയാം. എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഒരു നമസ്കാരം. നമസ്കാരം. അവന്റെ കാര്യം അങ്ങനെയാ. എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത് അവനെന്ന് നിശ്ചയില്ല. വരൂ വരൂ.
ഇരിക്കൂ. നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിന് 12 വർഷങ്ങൾക്ക് ശേഷം ഒരാൾ വിളക്കെടുത്തെന്ന് പറഞ്ഞില്ലേ? അത് ഇവരാ, സുജാത. ഉത്സവത്തിന് വന്നപ്പോ തന്നെ എനിക്ക് ഈ നാട് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാ മോൻ ഈ നാട്ടിൽ നിന്ന് തന്നെ ഒരു പെണ്ണ് അന്വേഷിക്കാമെന്ന് വെച്ചത്. അന്ന് വിളക്ക് കേട്ട് പോയിരുന്നെങ്കിൽ ഈ നാട് വളരെ മോശാണെന്ന് പറഞ്ഞേനെ അല്ലേ? നളിനി എന്റെ പെങ്ങളാ. നിങ്ങൾ റോഡിൽ കണ്ട വിമൽകുമാറില്ലേ, അവന്റെ അമ്മയാ. ഇതാണ് പയ്യൻ, പയ്യന്റെ അമ്മ. ഇത് പെങ്ങള്. നളിനിക്ക് ഇവരോടെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അയ്യോ, എനിക്ക് ഒന്നും ചോദിക്കാനില്ല എന്റെ പ്രസിഡന്റെ. നളിനി ചായ എടുക്ക്, എന്നിട്ട് മോൾ റെഡിയാ നോക്ക്. ആ മോളിപ്പ വരും. കുടിക്ക്. അവൾ ഇപ്പം ഇറങ്ങി വരും. ഇവര് കണ്ട് പേടിച്ചോടാണ്ടിരുന്ന ഭാഗ്യം. എന്നാ പിന്നെ മോളെ വിളിക്ക് സദാനന്ദേട്ടാ. മോളെ, മോളെ. വേണ്ട, ഒരു മായവും മേക്കപ്പും വേണ്ട. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടാ മതി. അമ്മേ, ഇതാരാ നോക്കി?